വെൽക്കം ടു JB എഡ്യൂക്കേഷൻ. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഡോക്ടർ ജോസഫ് സാറാണ്. ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ അഡ്മിഷൻ്റെ ഓപ്ഷൻസിനെ പറ്റിയാണ്. ഈ ഇൻ്റർവ്യൂവിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു സാറിനെ. ഓക്കെ, ഇന്ന് +2 പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് നൽകാൻ പറ്റിയ ബെസ്റ്റ് ഓപ്ഷൻസ് ഏതൊക്കെയാണ്? യെസ്, ഇപ്പം നമ്മളുടെ ഇപ്പോൾ +2 കഴിഞ്ഞ് എക്സാം ഇന്ന് നാളെ കേട്ട് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. അതായത് അടുത്ത മാസം അല്ലെങ്കിൽ മെയ്യോട് കൂടിയിട്ട് റിസൾട്ടൊക്കെ വരും. റിസൾട്ട് വന്നു കഴിഞ്ഞാൽ വീണ്ടും അവരുടെ അണ്ടർ ഗ്രാജുവേഷൻ അല്ലെങ്കിൽ ഡിഗ്രി കോഴ്സുകൾക്കുള്ള ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയങ്ങളും അങ്ങനെ തിരക്കിലൊക്കെ ആയിരിക്കും. അപ്പം എന്ത് കോഴ്സിലേക്കൊക്കെയാണ് അപ്ലൈ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള കോഴ്സുകൾ എന്നുള്ളതൊക്കെ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്ക് അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങൾ അറിയാൻ പറ്റും. നമ്മൾ ഫ്യൂച്ചറിസ്റ്റിക് എന്ന് പറയുമ്പോൾ വെച്ചെങ്കിൽ നമ്മുടെ എംപ്ലോയബിലിറ്റി വലിയൊരു കാര്യമാണ് അതിനകത്ത്. കാരണം നമ്മൾ കുറേ നല്ല കോഴ്സുകളുണ്ട്, പക്ഷെ അതിനൊക്കെ നമുക്ക് ജോലികൾ എത്രമാത്രം കിട്ടുന്ന കാര്യം സംശയമാണ്. അപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് നല്ല ജോലി കൂടി കിട്ടണം. ഒരു പക്ഷേ നമ്മളുടെ നാട്ടിലെ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കോഴ്സ് എന്ന് പറയുന്നത് ഒരു പക്ഷേ നേഴ്സിംഗ് ആയിരിക്കും. നേഴ്സിങ്ങിന് ധാരാളം റിക്വയർമെൻറ്റ്സ് ഉണ്ട്. ഏത് സിറ്റുവേഷനിൽ പോയി കഴിഞ്ഞാലും ഇന്ത്യക്കകത്താണെങ്കിലും ഇന്ത്യക്ക് പുറത്താണെങ്കിലും ധാരാളം ജോബ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്ന ഒരു പ്രൊഫഷൻ ആയതുകൊണ്ട് തന്നെ നേഴ്സിങ്ങിന് വലിയൊരു ഡിമാൻഡ് ഉണ്ട്. പിന്നെ വരുന്നത് അലൈഡ് ഹെൽത്ത് കെയർ ആയിട്ടുള്ള പ്രോഗ്രാംസ് ആണ്. ഇപ്പോൾ ലാബ് ടെക്നീഷ്യൻ അല്ലെങ്കിൽ നമ്മളുടെ MRI സ്കാനിങ് അല്ലെങ്കിൽ പെർഫ്യൂഷനിസ്റ്റ് ടെക്നോളജി, ഇങ്ങനെ ധാരാളം കോഴ്സുകൾ അതിൽ വരുന്നുണ്ട്. ഇതിലും ഏകദേശം 30% ഹെൽത്ത് കെയർ എംപ്ലോയ്മെൻറ്റ് വരുന്നത് ഈ ഒരു പ്രൊഫഷനിലാണ് വരുന്നത്. അപ്പോൾ ഇതിലേക്കും ധാരാളം റിക്വയർമെൻറ്റ്സ് വരാറുണ്ട്. ഒബിയസ്ലി നമ്മളുടെ എഞ്ചിനീയറിങ്ങിൽ IT അല്ലെങ്കിൽ നമ്മളുടെ കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുന്ന ഒരു ഏരിയ, അതിൽ തന്നെ ഏകദേശം ഒരു 8ഓളം സ്ട്രീംസ് ഉണ്ട്. നമുക്ക് മൊത്തം എഞ്ചിനീയറിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 23ഓളം സ്ട്രീമുകൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. മെക്കാനിക്കൽ, സിവിൽ മാത്രമല്ല ഈ പറയുന്ന ബയോമെഡിക്കൽ അല്ലെങ്കിൽ ബയോ ടെക്നോളജി, there's plenty of options. കെമിക്കൽ എഞ്ചിനീയറിംഗ് മുതൽ നമുക്ക് മെറൈൻ എഞ്ചിനീയറിംഗ്, നിങ്ങൾ എന്ത് ഫീൽഡ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ എഞ്ചിനീയറിംഗിൻ്റെ ഓപ്ഷൻസ് വളരെയധികം അവൈലബിൾ ആണ്. അപ്പം ഈ ഒരു ഓപ്ഷൻസൊക്കെ നമുക്ക് കുട്ടികൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഒരു പക്ഷേ ബയോ ഇൻഫോർമാറ്റിക്സ് പോലത്തെ പ്രോഗ്രാമുകൾ അല്ലെങ്കിൽ ഡാറ്റ സയൻസ് പോലത്തെ പ്രോഗ്രാമുകൾ, ഇനി ഒരു പക്ഷേ ഫിനാൻഷ്യൽ അനലിസ്റ്റ് പോലത്തെ പ്രോഗ്രാമുകൾ, ഈ പ്രോഗ്രാമുകൾക്കൊക്കെ വളരെ വലിയൊരു റിക്വയർമെൻറ്റ് ഇപ്പോൾ ഈ മാർക്കറ്റിലുണ്ട്. നമ്മൾ മാർക്കറ്റ് സെർച്ച് ചെയ്യുന്ന സമയത്ത് ഇന്ത്യൻ മാർക്കറ്റ് മാത്രം നമ്മൾ സെർച്ച് ചെയ്യരുത്. നമുക്ക് ഈ പറഞ്ഞ പോലെ ഇന്ത്യയിലും ധാരാളം അവസരങ്ങൾ ഉണ്ടാവണം, അതുപോലെ വിദേശത്ത് ധാരാളം അവസരങ്ങൾ ഉണ്ടാവണം. ഈ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ എപ്പോഴും പഠിക്കാനുള്ള കോഴ്സുകൾ സെലക്ട് ചെയ്യേണ്ടത്. ഈ BSc അഗ്രികൾച്ചർ ഓപ്ഷൻസ് എന്തെങ്കിലും ഇന്ത്യയിൽ കൊടുക്കുന്നുണ്ടോ? യെസ്, ഇന്ത്യയിൽ വളരെ റിക്വയർമെൻ്റ് ഉള്ളൊരു പ്രൊഫഷനാണ് ഈ പറയുന്ന അഗ്രികൾച്ചർ ബേസ്ഡ് ആയിട്ടുള്ളത്. ഒരുപക്ഷെ നമ്മൾക്ക് കൃഷിഭവനിലൊക്കെ ബേസ്ഡ് ആയിട്ടുള്ള കൃഷി ഓഫീസേഴ്സിനെ കാണുമ്പോൾ നമുക്കറിയാം ഇവർ എന്ത് പഠിച്ചിട്ടാണ് ഇത്രയും നല്ല പൊസിഷൻ ഇവർ പെട്ടെന്ന് എത്തുന്നത്. ഒരുപക്ഷെ ഇന്ത്യയിലൊക്കെ പെട്ടെന്ന് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഗസറ്റഡ് ഓഫീസറൊക്കെ ആവാൻ പറ്റുന്ന ഒരു പ്രൊഫഷനാണ് ഈ പറയുന്ന പോലെ അഗ്രികൾച്ചർ ബേസ്ഡ് ആയിട്ടുള്ളത്. അഗ്രികൾച്ചറിൽ തന്നെ നമ്മൾ നോക്കുമ്പോൾ പറയുന്ന പോലെ ഫോറസ്ട്രി വരുന്നുണ്ട്, ഫിഷറീസ് വരുന്നുണ്ട്. ഇതൊരു വലിയൊരു ഏരിയ ആണ്. നമ്മളുടെ സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഒക്കെ ധാരാളം ഫണ്ടിങ് അല്ലെങ്കിൽ ധാരാളം ബഡ്ജറ്റ് അനുവദിക്കുന്ന ഒരു ഏരിയയാണ് അഗ്രികൾച്ചർ എന്ന് പറയുമ്പോൾ. അപ്പോൾ അതിൽ നമുക്ക് ഓപ്ഷൻസ് ധാരാളം കിട്ടും. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വെച്ചെങ്കിൽ ഇതിലിരിക്കുന്ന ഈ കോളേജസ് സെൻട്രൽ ഗവൺമെൻറ് അപ്രൂവ്ഡ് ആയിട്ടുള്ള കോളേജസ് ആണെങ്കിൽ നമുക്ക് പാൻ ഇന്ത്യ മുഴുവനും നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. ഇപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്ന കോളേജസ് ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ബേസിക്കലി സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ജോലികൾ മാത്രമേ കിട്ടുള്ളൂ. ഇത് ധാരാളമായിട്ട് എല്ലാ പ്രൈവറ്റ് കമ്പനീസിലും ഒരു റിക്വയർമെൻറ്റ് ഉണ്ടായിക്കൊള്ളുന്നില്ല. കൂടുതലായിട്ട് നമുക്ക് ഗവൺമെൻറ് ജോബ്സാണ് കിട്ടുന്നത്. അപ്പോൾ ഗവൺമെൻറ് ജോബ്സ് കിട്ടുന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ജോബ്സ് ആയിരിക്കും കിട്ടുമ്പോൾ കൂടുതൽ നമ്പർ വൈസ് വരുന്നത്. അപ്പം ഒരുപക്ഷെ നമുക്ക് കേരളത്തിനകത്ത് തന്നെ ജോലി കിട്ടിക്കൊള്ളുന്നില്ല. ഒരുപക്ഷെ നമുക്ക് ഡൽഹിയിലോ അല്ലെങ്കിൽ പഞ്ചാബിലോ ഒരുപക്ഷെ ലക്ഷദ്വീപിലോ അല്ലെങ്കിൽ ആൻഡമാനിലൊക്കെ ആയിരിക്കും കിട്ടുന്നുണ്ടായിരിക്കുക. പക്ഷേ നിങ്ങൾക്ക് ഒരു ഏകദേശം ഒരു 35,000 40,000 ബേസിക് സാലറി സ്റ്റാർട്ട് ചെയ്യാനും ഒരു ഗസറ്റഡ് ഓഫീസറായിട്ട് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു പ്രൊഫഷൻ തരുന്നതാണ്. അത് സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ICAR സെൻട്രൽ ഗവൺമെൻറ് അപ്രൂവൽ ആയിട്ടുള്ള ഒരു ബോഡിയാണത്. അതിൻ്റെ അപ്രൂവലുള്ള യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചു കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ഈ പറഞ്ഞ ഫെസിലിറ്റീസ് കിട്ടുന്നത്. കേരളത്തിൽ അതിൻ്റെ അധികം കോളേജുകളില്ല എന്നാണ് എൻ്റെ അറിവ്. തമിഴ്നാട്ടിൽ തേനിയിലും 1-2 സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. എനിക്കുണ്ടെങ്കിൽ പഞ്ചാബിൽ ലവ്ലി യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒറീസയിലുള്ള സെഞ്ചുറിയൻ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ജോബ് അഷ്വേർഡ് ആയിട്ടുള്ള നല്ലൊരു കോഴ്സാണ് ഈ പറയുന്ന BSc അഗ്രികൾച്ചർ എന്ന കോഴ്സ്. ഈ MBA MCA കോഴ്സുകളൊക്കെ ഈ കോളേജുകളിൽ ലഭ്യമാണോ? ഈ കോളേജുകൾ എന്നുള്ളതല്ല, MBA MCA എന്നുള്ളത് കുറച്ചുകൂടി
പോപ്പുലർ ആയിട്ടുള്ള ഒരു പ്രോഗ്രാംസുകളാണ്. ഇപ്പോൾ എസ്പെഷ്യലി നമ്മളുടെ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്ക് മാസ്റ്റേഴ്സിന് പോകുന്ന സമയത്ത് അവർക്കുള്ള ഓപ്ഷൻസാണ്. അവർക്ക് MBA അവർക്ക് ഓപ്ഷൻ എടുക്കാം, MCA ഓപ്ഷൻസ് എടുക്കാം, അതുപോലെ തന്നെ MSWൻ്റെ ഓപ്ഷൻസ് എടുക്കാം, ഒരുപക്ഷെ MSc സൈക്കോളജി ക്ലിനിക്കലും നോൺ ക്ലിനിക്കലും ആയിട്ടുള്ള ഉണ്ട്. ഇതിനകത്ത് ധാരാളം റിക്വയർമെൻറ്റ്സ് വരുന്ന കോഴ്സുകളാണ്. അപ്പോൾ MBA നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ഒരു അത്യാവശ്യം പ്ലേസ്മെൻ്റ് ഉള്ള ഒരു സ്ഥാപനത്തിൽ നിന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് പഠിച്ചു കഴിയുമ്പോൾ ഉണ്ടാവും. ഒരു പക്ഷേ സിംബയോസിസ് പൂനെ പോലത്തെ യൂണിവേഴ്സിറ്റികൾ, അതല്ലെങ്കിൽ ബാംഗ്ലൂർ ക്രൈസ്റ്റ് പോലത്തെ സ്ഥാപനങ്ങൾ, അങ്ങനത്തെ നല്ല സ്ഥാപനങ്ങൾ നിർത്തി കഴിയുമ്പോഴും നമുക്ക് അതിൻ്റെ വാല്യൂ ഭയങ്കര കൂടുതലാണ്. ഒരുപക്ഷെ XLRI അല്ലെങ്കിൽ IIM പോലത്തെ സ്ഥലങ്ങളിൽ നിന്ന് MBA പഠിച്ച് പാസ്സാവാനുള്ള ചാൻസ് കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവർ ഗവൺമെൻറ്റിൻ്റെ ഒരു അപ്ലിക്കേഷൻസ് ചെയ്ത് അവർ ആ ഒരു ലെവലിൽ പോകണം. ഇൻ കേസ് നിങ്ങൾ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻസ് ആണ് നോക്കണമെന്നുണ്ടെങ്കിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപക്ഷെ സെൻറ്റ് സേവിയേഴ്സ് അല്ലെങ്കിൽ സെൻറ്റ് സ്റ്റീഫൻസ് അല്ലെങ്കിൽ സിംബയോസിസ് പോലത്തെ യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് നല്ല ഓപ്ഷൻസ്, നല്ല പ്രൊഫഷൻസ് നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ MCA കോഴ്സുകൾ, MSW കോഴ്സുകൾ, സോഷ്യൽ വർക്കിന് ധാരാളം ഓപ്ഷൻസ് ഉണ്ട്, കമ്പ്യൂട്ടർ സയൻസിന് ധാരാളം ഓപ്ഷൻസ് നിങ്ങളുടെ മുന്നിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ റീസെൻ്റായിട്ട് ഡെവലപ്മെൻറ്റ് കാണുന്ന ഒരു മാസ്റ്റർ പ്രോഗ്രാമാണ് ഈ പറയുന്ന MSc സൈക്കോളജി. ക്ലിനിക്കലായിട്ടുള്ള സൈക്കോളജിസ്റ്റുകളെ ധാരാളം റിക്വയർമെൻറ്റുകളുണ്ട്. എസ്പെഷ്യലി ബിസിനസ് വേൾഡിലേക്കും ധാരാളം സൈക്കോളജിസ്റ്റുകളുടെ റിക്വയർമെൻറ്റ് വരുന്നുണ്ട്. സോ ഇറ്റ്സ് എൻ ഓസം കോഴ്സ്. ഓക്കെ, ഈ JB എഡ്യൂക്കേഷൻ നമ്മുടെ കുട്ടികൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസുകൾ എന്തൊക്കെയാണ്? യെസ്, നമ്മൾ ബേസിക്കലി ഒരു അഡ്വൈസറി സർവീസാണ് കൂടുതലും പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾ കുട്ടികളുടെ കയ്യിൽ നിന്ന് ഫീസോ സർവീസ് ചാർജസോ ഒന്നും മേടിക്കുന്നില്ല. നമ്മൾ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് സ്റ്റുഡൻസിന് റെക്കമെൻഡ് ചെയ്തിട്ടുള്ള യൂണിവേഴ്സിറ്റികൾ സജസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ യൂണിവേഴ്സിറ്റികളിലേക്ക് കുട്ടികൾക്ക് നേരിട്ട് പോകാനുള്ളൊരു അവസരമുണ്ട്. നമ്മളുടെ ആളുകൾ ഈ യൂണിവേഴ്സിറ്റികളുണ്ടായിരിക്കും. അവരെ അവിടെ പോയതിന് ശേഷം 1-2 യൂണിവേഴ്സിറ്റികൾ അവരെ കാണിച്ചു കൊടുക്കും. ഇൻ കേസ് അവർക്ക് 4-5 യൂണിവേഴ്സിറ്റി കാണാനും ബുദ്ധിമുട്ടുകളൊന്നുമില്ല. നമ്മളൊരു പക്ഷേ ബാംഗ്ലൂർ അല്ലെങ്കിൽ ചെന്നൈ, കോയമ്പത്തൂർ ഇങ്ങനത്തെ ഒരു ഏരിയയിലായിരിക്കും കൂടുതൽ കുട്ടികൾ പോകുന്നുണ്ടായിരിക്കുക. ഇവിടെയൊക്കെ നിങ്ങളൊന്ന് പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഒരു ദിവസം തന്നെ 4-5 യൂണിവേഴ്സിറ്റിയിൽ കാണിച്ച് നിങ്ങൾക്ക് ആ യൂണിവേഴ്സിറ്റിയും ക്യാമ്പസും ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ യൂണിവേഴ്സിറ്റിക്ക് ഫീസ് അടച്ചാൽ മതി. നമ്മുടെ ഏജൻസി ഇതിൽ വേറെ നിങ്ങളുടെ സെപ്പറേറ്റ് ഫീസോ കാര്യങ്ങളൊന്നും മേടിക്കുന്നില്ല. മാത്രമല്ല ഈ കുട്ടികൾക്ക് ആവശ്യമുള്ള സ്കോളർഷിപ്പിൻ്റെ കാര്യങ്ങൾ, അതേപോലെ തന്നെ എഡ്യൂക്കേഷൻ ലോൺ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ, ഇങ്ങനെയുള്ള സർവീസുകളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുമുണ്ട്. നഴ്സിങ്ങിൻ്റെ കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നമുക്ക് കേരളത്തിൽ നിന്ന് ഏറ്റവും കുട്ടികൾ പുറത്ത് പഠിക്കാനായിട്ട് പോകുന്ന കോഴ്സ് നഴ്സിംഗ് ആയിരിക്കും. നഴ്സിങ്ങിനെയും ധാരാളം ഓപ്ഷൻസ് ഉണ്ട്. ബാംഗ്ലൂർ തന്നെ നമുക്കൊരു 10-20 യൂണിവേഴ്സിറ്റികളായിട്ട് കോളേജസായിട്ട് നമുക്ക് അഫിലിയേഷൻ ഉണ്ട്. അതുപോലെ തന്നെ ചെന്നൈയിലായാലും മംഗലാപുരത്തായാലും മൈസൂരായാലും കോയമ്പത്തൂരായാലും നമുക്ക് ഓപ്ഷൻസ് ധാരാളം ഓപ്പൺ ആണ്. അവിടെ നമുക്ക് പഠിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വെച്ചെങ്കിൽ മെഡിക്കൽ കോളേജ് അഫിലിയേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മെഡിക്കൽ കോളേജ് ഉള്ള ഒരു നേഴ്സിംഗ് കോളേജിലാണ് നിങ്ങൾ പഠിക്കുന്നത് നോക്കണം. കാരണം എന്നാലും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവുകയുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് NCIയുടെ അപ്രൂവൽ ഉണ്ടോ എന്ന് നോക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നേഴ്സായിട്ട് എൻറോൾ ചെയ്യാനും പ്രാക്ടീസ് ചെയ്യാനും പറ്റുള്ളൂ. ഈ 2 കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല യൂണിവേഴ്സിറ്റികൾ, നല്ല കോളേജിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ കോളേജസും ഈ പറയുന്ന NCIയുടെ അപ്രൂവൽ ഉള്ളതും അതുപോലെ തന്നെ സ്വന്തമായിട്ട് മെഡിക്കൽ കോളേജുള്ള സ്ഥാപനങ്ങളാണ്. അത് കാരണം കുട്ടികൾക്ക് ധൈര്യമായിട്ട് പഠിക്കാം. അവർ പഠിച്ചിറങ്ങുന്ന സമയത്ത് അവർ കിട്ടുന്ന നേഴ്സിംഗ് ഡിഗ്രി വാലിഡ് ആയിരിക്കും. അതുപോലെ തന്നെ ഈ പറയുന്ന ഹൈദരാബാദിലെ വിജയവാഡ എന്ന സ്ഥലത്ത് അവിടെ ആസ്റ്ററിൻ്റെ ഒരു വലിയ ഹോസ്പിറ്റലുണ്ട്. അതിൽ നേഴ്സിങ്ങിൻ്റെ കോഴ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വളരെ നല്ല ഒരു എഡ്യൂക്കേഷൻ കിട്ടുന്നു. നിങ്ങൾക്ക് വളരെ എക്കണോമിക്കലായിട്ടുള്ള ഫീസിലും പഠിക്കാൻ പറ്റും. നിങ്ങളുടെ ഫീസും നിങ്ങളുടെ താമസവും ഭക്ഷണവും എല്ലാം ഉൾപ്പെടെ എനിക്കൊരു 6 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ചിലവ് വരുന്നുള്ളൂ. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാവുന്ന ഒരു കാര്യം തന്നെയാണിത്. അതുപോലെ തന്നെ കേരളത്തിലത്തെ അഡ്മിഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിലത്തെ എല്ലാ കോളേജുകളിലും മാനേജ്മെൻറ്റ് സീറ്റിൽ നമുക്ക് അഡ്മിഷൻ മേടിച്ച് തരാൻ പറ്റും. ഒരു പക്ഷേ നിങ്ങൾക്ക് രാജഗിരി, അതല്ലെങ്കിൽ സെൻറ്റ് തെരാസസ്, അല്ലെങ്കിൽ സെൻറ്റ് ജോസഫ്സ്, ക്രൈസ്റ്റ്, യു നെയിം ഇറ്റ്, എനിവർ നമുക്ക് മാനേജ്മെൻറ്റ് സീറ്റിൽ നിങ്ങൾക്ക് അവൈലബിൾ ആക്കി സീറ്റ് തരാൻ പറ്റും. നിങ്ങൾ ഈ പറഞ്ഞ കോളേജൊക്കെ വലിയ കോളേജുകളാണ്. വലിയ രീതിയിൽ അവരുടെ സീറ്റൊക്കെ ഡിമാൻഡുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏറ്റവും ലാസ്റ്റിലേക്ക് തീരുമാനിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾ നിരാശപ്പെടേണ്ടി വരും. അത് കാരണം എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ +2 സ്കൂളിൽ എക്സാം കഴിഞ്ഞ സമയത്ത് തന്നെ നിങ്ങൾ നമ്മൾ അപ്രോച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സീറ്റ് അഷ്യൂർഡാക്കി നമുക്ക് തരാൻ പറ്റും. ഇതുപോലെ തന്നെ നഴ്സിംഗിൻ്റെയും നമുക്ക് കേരളത്തിലെ സീറ്റുകൾ പ്രൈവറ്റ് മാനേജ്മെൻറ്റിൻ്റെ സീറ്റ് നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. അവിടെയും നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും ലേറ്റ് ആവാതിരിക്കുക, എത്രയും പെട്ടെന്ന് ചെയ്യാൻ ശ്രമിക്കുക.
പൊതുവേ കേരളത്തിലുള്ള നേഴ്സിംഗ് കോളേജ് ബോയ്സിന് പ്രിഫർ ചെയ്യുന്നില്ല. ഗേൾസ് ഒരു എബോവ് 70% മാർക്കുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൈവറ്റ് നേഴ്സിംഗ് കോളേജസ് ഇൻ കേരള അതിൻ്റെ അഡ്മിഷൻ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ഇത്രയും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫോർമേഷൻ നമുക്ക് ഷെയർ ചെയ്ത ജോസഫ് സാറിന് ഒത്തിരി നന്ദി. താങ്ക് യു.